1, 2, 3 നമ്മൾ മലയാളികൾക്ക് സംഖ്യകൾ എണ്ണാൻ വലിയ പാടൊന്നുമില്ല. എന്നാൽ ഒരു പ്രത്യേക സംഖ്യയിലെത്തുമ്പോൾ മാത്രം നമ്മളിൽ പലരും ഒന്ന് കത്തും, അല്ലെങ്കിൽ നാക്ക് ഒന്ന് പതറും. അതാണ് 900. കഴിഞ്ഞ ദിവസം +2 ഫലം പ്രഖ്യാപിച്ചപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീനും അതിനു മുമ്പ് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കും ഈ 900 ഒന്ന് പണി കൊടുത്തു. എന്തുകൊണ്ടാണ് മലയാളത്തിൽ മാത്രം ഈ 900 ഇത്ര വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്? നമുക്കൊന്ന് നോക്കാം. ഇംഗ്ലീഷിൽ 700 എന്നാൽ 700, 800 എന്നാൽ 800, 900 എന്നാൽ 900. വളരെ സിമ്പിൾ. ഹിന്ദിയിലാണെങ്കിൽ 700, അതായത് 700, 800-ന് 800, 900-ന് 900. അവിടെയും ഒരു കൺഫ്യൂഷനുമില്ല. ഇനി മലയാളത്തിലേക്ക് വരാം. 700 കഴിഞ്ഞാൽ 800, അങ്ങനെയെങ്കിൽ 800 കഴിഞ്ഞാൽ വരേണ്ടത് 900 എന്നല്ലേ? പക്ഷേ നമ്മൾ പറയുന്നത് എന്താണ്? 900. ഈ ഒരു വ്യത്യാസമാണ് പലരെയും പെട്ടെന്ന് വായിക്കുമ്പോൾ ചിന്താക്കുഴപ്പത്തിലാക്കുന്നത്. എന്തുകൊണ്ടാണ് മലയാളത്തിൽ ഇങ്ങനെ വന്നത്? ഇതിനു പിന്നിൽ തമിഴുമായും പഴയ ദ്രാവിഡ ഭാഷാ ശൈലിയുമായും ബന്ധപ്പെട്ട ഒരു വ്യാകരണ യുക്തിയുണ്ട്. തൊൾ എന്നാൽ പഴന്തമിഴിൽ കുറവ് അല്ലെങ്കിൽ തുള, ഒരു കുറവ് എന്നൊക്കെയാണ് അർത്ഥം. 1000-ന് തൊട്ട് മുമ്പുള്ള 100, അഥവാ 1000-ൽ നിന്ന് ഒരു 100 കുറഞ്ഞത് എന്ന അർത്ഥത്തിലാണ് 900 ഉണ്ടായത്. അതായത് തൊൾ പ്ലസ് 1000 സമം 900. ഇതേ ലോജിക് തന്നെയാണ് 90-നും നമ്മൾ ഉപയോഗിക്കുന്നത്. 100-ന് തൊട്ട് മുമ്പുള്ള 10 കുറഞ്ഞ സംഖ്യയായതുകൊണ്ട് അതിനെ നമ്മൾ 90 എന്ന് വിളിക്കുന്നു. പെട്ടെന്ന് ഒരു പേപ്പർ നോക്കി ലൈവ് ആയി ലക്ഷക്കണക്കിന് ആളുകൾക്ക് മുന്നിൽ നമ്പറുകൾ വായിക്കുമ്പോൾ തലച്ചോറ് സ്വാഭാവികമായും ഒരു പാറ്റേൺ പിന്തുടരും. 850, 890 എന്നൊക്കെ വായിച്ചു വരുമ്പോൾ പെട്ടെന്ന് 900 കാണുമ്പോൾ നാക്ക് 900 എന്ന് പറയാൻ ആഞ്ഞുപോകും. അതുകൊണ്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിമാർക്ക് പോലും തത്സമയം ഫലം പ്രഖ്യാപിച്ചപ്പോൾ ഈ സംഖ്യയിൽ ചെറിയൊരു അബദ്ധം പിണഞ്ഞത്. അത് ഭാഷയുടെ ഒരു പ്രത്യേകത കൊണ്ട് സംഭവിക്കുന്നതാണ്, അല്ലാതെ അവരുടെ അറിവില്ലായ്മ കൊണ്ടല്ല എന്ന് ചുരുക്കം. അപ്പോൾ ഇനി ആരോടെങ്കിലും 900 എന്ന് മലയാളത്തിൽ പറയാൻ പറയുമ്പോൾ അവർക്കൊന്ന് നാക്ക് പിഴച്ചാൽ ദേഷ്യപ്പെടേണ്ടതില്ല. കാരണം അത് മലയാള ഭാഷയുടെ ചരിത്രവും വ്യാകരണവും ഒളിഞ്ഞിരിക്കുന്ന നമ്മുടെ സ്വന്തം 900 ആണ്.